അല്പസമയം മുമ്പ് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് വാർത്താമഴ ആദ്യം കടക്കുന്നത്. അഭ്യൂഹങ്ങൾക്ക് വിരാമം. രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ മണ്ഡലം ഒഴിഞ്ഞു. ഉത്തർപ്രദേശിലെ റായ്ബറേലി മണ്ഡലം നിലനിർത്താൻ തീരുമാനം. വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. റായ്ബറേലി ഗാന്ധി കുടുംബത്തിന്റെ തട്ടകമെന്ന് ഖാർഗെ പറഞ്ഞു. राहुल गांधी जी अपना रायबरेली का सीट रखना चाहिए कि पार्टी के लिए ये अच्छा होगा कि रायबरेली सीट वो रिटेन करे। और इससे महत्वपूर्ण जो है, जो वायनाड सीट पे वो लड़े हैं, वहाँ के लोगों का प्यार भी उनको मिला है। वो बड़े दुख के साथ, बड़े सोच समझ के हमने ये तय किया कि वायनाड से खाली सीट पे प्रियंका जी लड़ना चाहिए। दोनों एक तो रायबरेली सीट रहेगी और वायनाड में भी वो प्रियंका जी रहने से वहाँ के लोगों को भी एक हिम्मत मिलेगी। വയനാടിന് കൊടുത്ത വാഗ്ദാനങ്ങൾ പാലിക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. വയനാട് എക്കാലവും മനസ്സിലുണ്ടാകും. പ്രതിസന്ധി ഘട്ടത്തിൽ പോരാടാൻ വയനാട്ടിലെ ജനങ്ങൾ ഊർജം നൽകിയെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. मेरा रायबरेली से और वायनाड से इमोशनल कनेक्शन है। पिछले 5 सालों में मैं वायनाड का एमपी था और वायनाड के सब लोगों ने, हर पार्टी के लोगों ने प्यार दिया, तो उसके लिए मैं दिल से धन्यवाद करता हूं और पूरी ज़िंदगी उसको याद रखूंगा। प्रियंका वायनाड से चुनाव लड़ेगी, मगर मैं भी पीरियोडिकली वायनाड जाऊंगा और जो वायदे हमने वायनाड को किए थे उनको हम पूरा करेंगे. പ്രിയങ്ക ഗാന്ധി ഇതാദ്യമായാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്. വയനാട്ടിൽ എത്തുന്നതിൽ സന്തോഷമെന്ന് പ്രിയങ്ക ഗാന്ധി പിന്നീട് പ്രതികരിച്ചു. बहुत खुश हूँ मैं. आई एम वेरी हैप्पी टू बी एबल टू represent Wayanad, and all I'll say is that I won't let them feel his absence. As he said, he'll come many times with me, but I will work as hard and I will try my best to make everybody happy and to be a good representative. और रायबरेली के साथ तो मेरा बहुत ही पुराना रिश्ता भी है और 20 सालों से मैंने काम किया है दोनों रायबरेली और अमेठी में, तो वो रिश्ता तो कहीं मतलब किसी भी तरह से टूट नहीं सकता. उसको कायम रखने के लिए हम दोनों हैं और भैया की मैं मदद रायबरेली में भी करूँगी और जैसे इन्होंने कहा हम दोनों रायबरेली में भी हम दोनों मौजूद होंगे और वायनाड में. ഡൽഹിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങളുമായി നിതിൻ അംബുജൻ ചേരുന്നു. നിതിൻ, വയനാട്ടിലേക്ക് പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ എത്തുമെന്നത് സംബന്ധിച്ച് അങ്ങനെ വലിയ ഉറപ്പുകളൊന്നും ഒരു ഘട്ടത്തിലും കോൺഗ്രസ് നേതാക്കൾ നൽകിയിരുന്നില്ല. കേരളത്തിലെ അല്ലെങ്കിൽ വയനാട്ടിലെ പ്രാദേശിക നേതാക്കൾക്ക് അവിടെ പരിഗണന നൽകും രാഹുൽ ഗാന്ധി ഒഴിഞ്ഞാൽ എന്നായിരുന്നു നേരത്തെ കേട്ടത്. എങ്ങനെയാണ് പ്രിയങ്ക മത്സരിക്കാൻ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുന്നത്? വടക്ക് രാഹുലും തെക്കു പ്രിയങ്കയും കോൺഗ്രസിനെ നയിക്കും എന്ന സന്ദേശമാണോ പാർട്ടി ഹൈക്കമാൻഡ് ഇതിലൂടെ BJPക്കും നരേന്ദ്രമോദിക്കും ഒക്കെ നൽകാൻ ശ്രമിക്കുന്നത്? വിജയകുമാർ, അങ്ങനെ തന്നെയാണ്. രാഹുൽ മണ്ഡലം ഒഴിയുമ്പോൾ ആരെ നിലനിർത്തുമെന്ന തിരക്കിട്ട ചർച്ചകൾ ഇന്ന് മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ നടന്നു. ഇതിനു പിന്നാലെയാണ് സോണിയാഗാന്ധി അടക്കം പങ്കെടുത്ത യോഗത്തിന് ശേഷമാണ് പ്രിയങ്ക ഗാന്ധി വയനാട് മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. റായ്ബറേലി രാഹുൽ ഗാന്ധി നിലനിർത്തണമെന്നാണ് ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് നേതാക്കളുടെ ആവശ്യം. പ്രത്യേകിച്ചും ഇന്ത്യ സഖ്യത്തിന്റെ മുന്നേറ്റം, പാർട്ടിയുടെ തിരിച്ചുവരവ്, ഇതിന് രാഹുൽ ഗാന്ധി റായ്ബറേലി തുടരണമെന്നൊരു ആവശ്യം കോൺഗ്രസ് നേതാക്കൾ ഉന്നയിച്ചു. ഈ സമ്മർദ്ദത്തിൽ വഴങ്ങിയാണ് രാഹുൽ ഗാന്ധി വയനാട് ഉപേക്ഷിക്കുന്നത്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് താൻ വലിയൊരു ധർമ്മസങ്കടത്തിലാണ്, ഏത് മണ്ഡലം നിലനിർത്തണമെന്നൊരു സംശയം തനിക്ക് ഉണ്ടെന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത്. അത്തരത്തിൽ വൈകാരികമായി ഏറെ അടുപ്പമുള്ള മണ്ഡലം പ്രതിസന്ധി ഘട്ടത്തിൽ 2019 രണ്ടിടങ്ങളിൽ മത്സരിച്ച് വയനാട് ഒപ്പം നിന്നു. അതോടൊപ്പം തന്നെ പ്രതിസന്ധി ഘട്ടത്തിൽ തനിക്ക് ഊർജ്ജം നൽകിയ വയനാട് എന്ന നിലയിൽ പ്രിയങ്കയിലൂടെ മണ്ഡലം നിലനിർത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ വിജയകുമാർ സൂചിപ്പിച്ച പോലെ തന്നെ ദക്ഷിണേന്ത്യയിൽ പ്രിയങ്കയും ഉത്തരേന്ത്യയിൽ രാഹുലും ഇപ്പോൾ കോൺഗ്രസിനെ നയിക്കും. അതോടൊപ്പം തന്നെ പാർലമെന്റിൽ ഇരു കൂട്ടരുടെയും ശബ്ദം മോദിയെ സംബന്ധിച്ചാണെങ്കിൽ കനത്ത വെല്ലുവിളി
വെല്ലുവിളിയാകും എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ ഒരു വിലയിരുത്തൽ. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പ്രിയങ്കയിലൂടെ മണ്ഡലം നിലനിർത്താൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ സോണിയാഗാന്ധിയും അതോടൊപ്പം തന്നെ ഇന്ദിരാഗാന്ധിയും 2 മണ്ഡലങ്ങളിൽ മത്സരിച്ച് അത് റായ്ബറേലിയായിരുന്നു പിന്നീട് നിലനിർത്തിയത്. അപ്പോഴൊന്നും ഈ തരത്തിൽ ആ മണ്ഡലം ഗാന്ധി കുടുംബത്തിലൂടെ നിലനിർത്തിയിരുന്നില്ല. പക്ഷേ ഇക്കുറി വയനാടിലൂടെ അങ്ങനെ പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നൽകുന്ന സന്ദേശം പ്രിയങ്കയുടെ പാർലമെന്റ് രാഷ്ട്രീയത്തിലേക്കുള്ള വരവ്, അതോടൊപ്പം തന്നെ പാർലമെന്റിലേക്ക് രാഹുൽ ഗാന്ധിക്കൊപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയും ശക്തമായ സാന്നിധ്യമായി രംഗത്തുണ്ടാകും. കൂടാതെ വടക്കൻ പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിൽ പ്രിയങ്കയുടെ സാന്നിധ്യം പാർട്ടിക്ക് ഊർജ്ജം നൽകുമെന്നാണ് പൊതുവെ ഉണ്ടാകുന്ന ഒരു വിലയിരുത്തൽ. KPCCന്റെ അടക്കം സമ്മർദ്ദം എന്തായാലും ഈ തീരുമാനത്തിൽ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നേരത്തെ നമുക്കറിയാം പ്രിയങ്ക ഗാന്ധി പാർലമെന്റ് രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്ന് പ്രഖ്യാപിച്ചതാണ്. പക്ഷേ ഇക്കുറി സോണിയാഗാന്ധിയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി അടക്കം സമ്മർദ്ദം, കൂടാതെ വയനാട് മണ്ഡലം ഗാന്ധി കുടുംബത്തിലൂടെ നിലനിർത്തണമെന്ന ആവശ്യം ശക്തമായി ഉയർന്ന ഒരു പശ്ചാത്തലത്തിലാണ് പ്രിയങ്കയിലൂടെ ആ മണ്ഡലം നിലനിർത്താൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അല്പസം മുമ്പ് തന്നെ KC വേണുഗോപാൽ 24 വ്യക്തമാക്കിയത് രാഹുലിനേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിൽ എന്തായാലും പ്രിയങ്ക വിജയിക്കുമെന്ന പ്രതീക്ഷയാണ് പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും തിരക്കിട്ട ചർച്ചകളെല്ലാം തന്നെ ഇന്ന് നടന്നു. അതിനുശേഷമാണ് കോൺഗ്രസ് ഒരു നിർണായക തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അത് തന്നെയാണ് പ്രധാനപ്പെട്ടത്. ഇലക്ടറൽ പൊളിറ്റിക്സിലേക്ക് അല്ലെ പാർലമെന്ററി രംഗത്തേക്കില്ല എന്ന സൂചന പലപ്പോഴും നൽകിയിട്ടുള്ള പ്രിയങ്ക ഗാന്ധി വയനാട് രാഹുൽ ഗാന്ധി ഒഴിയുമ്പോൾ അവിടേക്ക് ആ പേര് പരിഗണനയ്ക്ക് വരുന്നു. വിയോജിപ്പുകളൊന്നുമില്ലാതെ അത് ഏറ്റെടുക്കുന്നു. അപ്പോൾ തൻ്റെ ഇലക്ടറൽ പൊളിറ്റിക്സിലേക്കുള്ള എൻട്രിക്ക് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പറ്റിയ ഏറ്റവും ഉചിതമായ സമയം ഇതാണ് എന്ന ഒരു തിരിച്ചറിവ് പ്രിയങ്ക ഗാന്ധിക്കും ഇപ്പോഴുണ്ടാകും. ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റം, UPയിലെ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവ്, വടക്കും തെക്കും കോൺഗ്രസിന് അതിൻ്റെ പഴയ തട്ടകങ്ങളിൽ സജീവമാകാനുള്ള സാധ്യത, ഇതൊക്കെ ഈ പുതിയ തീരുമാനത്തിന് പ്രിയങ്ക ഗാന്ധിയെ വ്യക്തിപരമായി പ്രേരിപ്പിച്ചിട്ടുണ്ടാകാം എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ കരുതാം, അല്ലേ? വിജയകുമാർ, തീർച്ചയായും. കാരണം നമുക്കറിയാം പ്രിയങ്ക ഗാന്ധി അമേഠി മണ്ഡലത്തിൽ സജീവമായി തന്നെ പ്രചരണത്തിലുണ്ടായിരുന്നു. ഈ അമേഠി മണ്ഡലം പിന്നീട് തിരിച്ചു പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രിയങ്കയുടെ സാന്നിധ്യം പാർലമെന്റിൽ വേണമെന്നൊരു ആവശ്യം തന്നെയാണ് പ്രധാനമായും കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതോടൊപ്പം പ്രിയങ്കയിലൂടെ മണ്ഡലം നിലനിർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഒപ്പം നിന്ന മണ്ഡലം 2019 പ്രതിസന്ധി ഘട്ടത്തിൽ ഒപ്പം നിന്ന മണ്ഡലം അതിനെ രാഹുൽ കൈവിടാതെ തന്നെ നെഹ്റു കുടുംബം ചേർത്ത് പിടിക്കുന്നു എന്ന സന്ദേശമാണ് ഇതുവഴി നൽകാൻ സാധിക്കുക എന്നാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയങ്ക ഗാന്ധി മണ്ഡലം എത്തുമ്പോൾ കൃത്യമായ ലക്ഷ്യം അതിലെ സന്ദേശം തന്നെ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം നൽകുന്നുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ നിലനിർത്താനുള്ള സാഹചര്യം നേരത്തെ വ്യക്തമാക്കി. പ്രത്യേകിച്ചും ദേശീയ രാഷ്ട്രീയ സാഹചര്യം അതെല്ലാം പരിഗണിച്ചാണ് ആ തീരുമാനം. അതോടൊപ്പം തന്നെ മണ്ഡലം കൈവിടാതെ, വയനാട് മണ്ഡലം കൈവിടാതെ നെഹ്റു കുടുംബത്തിലൂടെ അതിന്റെ തുടർച്ച താൻ കൊണ്ടുപോകും എന്ന സന്ദേശമാണ് വയനാട് നിലനിർത്തുമ്പോൾ നൽകുന്നത്. നേരത്തെ പല സ്ഥാനാർത്ഥികളടക്കം പല ചർച്ചയിൽ ഉയർന്നെങ്കിൽ പോലും പ്രിയങ്കയിലൂടെ ആ മണ്ഡലം നിലനിർത്താനുള്ള തീരുമാനം എന്തായാലും ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ ചേർന്ന യോഗത്തിൽ ആ തീരുമാനം സ്വീകരിച്ചിരിക്കുന്നു. അങ്ങനെ കന്നി അംഗത്തിന് പ്രിയങ്ക വയനാട്ടിലേക്ക് എത്തുകയാണ്. രാഹുൽ ഗാന്ധി ചുരമിറങ്ങുമ്പോൾ പ്രിയങ്കയിലൂടെ വയനാട് എന്ന മണ്ഡലം തന്നെ പ്രതിസന്ധി ഘട്ടത്തിൽ ചേർത്ത് പിടിച്ച മണ്ഡലം നിലനിർത്താൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഏറെ സന്തോഷവതിയാണ് താൻ എന്ന ഒരു പ്രതികരണമാണ് പ്രിയങ്ക ഇപ്പോൾ നൽകിയിരിക്കുന്നത്. സഹോദരൻ നൽകിയ സ്നേഹം വയനാടുകാർ തനിക്കും നൽകുമെന്ന പ്രതീക്ഷ പ്രിയങ്ക പങ്കുവച്ചു. പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കുള്ള അവർ ഇറങ്ങുന്നു, വളരെ സജീവമായി ഇറങ്ങുന്നു. വയനാട് അതിന് വേദിയാകുന്നു. തെക്കേ ഇന്ത്യയിലാകെ സ്വാധീനമുണ്ടാക്കാൻ പറ്റുന്ന തരത്തിലേക്കുള്ള രാഷ്ട്രീയ തീരുമാനം ഇന്ന് കോൺഗ്രസ് കൈക്കൊണ്ടിരിക്കുന്നു. രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ തുടരും. BJPയെ നേരിടാൻ റായ്ബറേലിയിൽ തുടരുന്നതാണ് ഉചിതമെന്ന കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. വടക്ക് രാഹുൽ ഗാന്ധിയും തെക്ക് പ്രിയങ്ക ഗാന്ധിയും BJPക്കും നരേന്ദ്രമോദിക്കുമൊക്കെ എതിരെ വലിയ പ്രതിരോധം തീർക്കുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം കരുതുന്നത്. പ്രതികരണങ്ങളും ആ മട്ടിൽ തന്നെയാണ്. തളർന്നുപോയ ഘട്ടങ്ങളിൽ പോരാടാൻ ഊർജ്ജം തന്നത് വയനാട്ടിലെ ജനങ്ങളാണ്. അവരോടത് എക്കാലവും അത് കടപ്പാടായി കൊണ്ടു നടക്കുമെന്നാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി വിശദീകരിക്കുന്നത്.